ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷുക്കാലം അടിച്ചു പൊളിക്കാനായി കേരള ബോക്സ് ഓഫീസിലെത്തിയത് 4ഓളം ചിത്രങ്ങളാണ്. 3 മലയാളം ചിത്രവും ഒരു തമിഴ് ചിത്രവുമായിട്ടാണ് ഇന്ന് മത്സരം നടക്കുന്നത്. ഇറങ്ങിയ എല്ലാ സിനിമകൾക്കും നല്ല റെസ്പോൺസ് തന്നെയാണ്. ആദ്യ ദിനം ആര് തൂക്കി എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിലേക്ക് പോകാം. ഖാലിദ് റഹ്മാനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നസ്ലിൻ ആണ് പ്രധാന കഥാപാത്രമായി എത്തുന്നത്. സിനിമ 846ഓളം ഷോകളാണ് ട്രാക്കേഴ്സ് മുഖാന്തരം ട്രാക്ക് ചെയ്യപ്പെട്ടത്. ആദ്യ ദിനം 1,51,000 ജനങ്ങളാണ് ടിക്കറ്റ് എടുത്തത്. 77% ഒക്യുപ്പൻസിയിൽ 118ഓളം ഹൗസ്ഫുൾ ഷോകളും 267ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും 555 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് വന്നിരിക്കുന്നത്. 2,41,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത്. ആ ഒരു കണക്കിലേക്ക് നമുക്ക് ഒന്ന് വിശദമായി ചെല്ലാം. ഇവിടെ നമുക്ക് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം എങ്ങനെയായിരിക്കാം പ്രകടനം. ആലപ്പുഴ ജിംഖാനയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം ലഭിച്ചത് ഏകദേശം 3 കോടി എന്ന് തന്നെ പറയാം. ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 2,41,00,000 എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 3 കോടിയോളം എത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയത് 24 ലക്ഷത്തോളം രൂപയാണ്. ഓവർസീസിൽ നിന്ന് 1,20,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അതായത് $138K സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 4 കോടിക്ക് മുകളിലാണ് നസ്ലിൻ്റെ ഈ ഒരു സിനിമ ആദ്യ ദിനം നേടിയിരിക്കുന്നത്. ടോട്ടലി 5 തൊട്ട് 5.5 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിട്ടുണ്ടാകാം. അതിനുള്ള ഒഫീഷ്യലായിട്ടുള്ള സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അടുത്തായി നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് മമ്മൂട്ടി സിനിമയാണ്. മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമ അഭിപ്രായത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു സിനിമ ഇന്നലെ ഹെവി പോസിറ്റീവ് തന്നെയാണ് വന്നത്. ഒരുപാട് ഡീഗ്രേഡിങ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ എല്ലാവരും മൗത്ത് പബ്ലിസിറ്റിയുള്ള മികച്ച സിനിമ എന്നുള്ള പേര് വന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം തിരക്ക് വലിയ രീതിയിൽ കൂടുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. 1019ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 1,85,000 മുകളിലുള്ള ആളുകൾ സിനിമ കണ്ടു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 59.23%, അതായത് 60%-അടുത്താണ് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 77ഓളം ഹൗസ്ഫുൾ ഷോകളും 152ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 406 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ഇന്നലെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2,93,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ. അതിൻ്റെയും വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ചെല്ലാം. ബസൂക്കയുടെ കേരള കളക്ഷൻ ഏകദേശം 3.5 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 40 ലക്ഷം രൂപയും കടന്നു. ഓവർസീസിൽ നിന്ന് 1,98,00,000 രൂപയും കഴിഞ്ഞ സിനിമ 5 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനത്തെ പ്രകടനം ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത്. സിനിമ 6.5 തൊട്ട് 7 കോടി വരെ ആദ്യ ദിനം നേടിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ചാൻസുകളും കാണുന്നു. കാരണം വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് മികച്ച അഭിപ്രായം തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ 2 സിനിമകളും മമ്മൂട്ടിയുടെ സിനിമ 7 കോടിയോ അല്ലെങ്കിൽ 6.5 തൊട്ട് 7.5 കോടിക്കിടയിലുണ്ടാകാം. നസ്ലിൻ്റെ 5 തൊട്ട് 6 കോടിക്കിടയിലുണ്ടാകാം എന്നുള്ള ആ അനുമാനങ്ങളെല്ലാം കറക്റ്റ് ആകുന്നത് തന്നെയാണ്. മറ്റൊരു ചിത്രമാണ് മരണമാസ് എന്ന ചിത്രം. മരണമാസ് 660ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 55,000 ഓഡിയൻസ് ടിക്കറ്റ് എടുത്തതായി പറയുന്നു. 38% ഒക്യുപ്പൻസിയിൽ 17 ഹൗസ്ഫുൾ ഷോകളും 64 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 124 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 89 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നത്. അതായത് 1.10 ആ റേഞ്ചിലേക്ക് സിനിമ വന്നിട്ടുണ്ട്. ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് പ്രധാന കഥാപാത്രമായ ഈ ഒരു ചിത്രം ഈ സിനിമകളിലെ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 1.5 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്ന കണക്കുകൾ. ഒരുപക്ഷെ 2 കോടി വരെ ആദ്യ ദിനത്തെ കളക്ഷൻ എത്താനും ചാൻസുകളുണ്ട്. അജിത്തിൻ്റെതായി വന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം. അജിത്ത് നായകനെത്തിയ ഈ ഒരു സിനിമ ഏറെക്കാലത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രശംസ നേടിയെടുക്കുന്ന ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ സിനിമയ്ക്ക് 328ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 39,000 ഓഡിയൻസ് ടിക്കറ്റ് എടുത്തപ്പോൾ 56% ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. 23 ഹൗസ്ഫുൾ ഷോകളും 53 ഓൾമോസ്റ്റ് ഫുൾ ഷോകളും 108 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് സിനിമയ്ക്കുണ്ടായത്. 63,34,000 രൂപയാണ് സിനിമയ്ക്ക് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി വന്നത്. അതായത് ഏറെക്കുറെ 1 കോടിയോളം കേരളത്തിൽ നിന്നും തൂക്കാൻ കഴിഞ്ഞു. ഇതിനോടകം തന്നെ റെക്കോർഡ് കളക്ഷനായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിഷുക്കാലത്ത് മികച്ച കളക്ഷനും കാര്യങ്ങളുമായിട്ടാണ് എല്ലാ സിനിമകളും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ കണ്ട സിനിമകളുടെ ഡീറ്റെയിൽസ് പറയാം. ഒപ്പം ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. 2ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ആരായിരിക്കും കളക്ഷനിൽ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. Thank you, bros.